ഹലോ മുത്തുമണികളെ. അപ്പോൾ ഇന്ന് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒരു നിസ്സാരമായ ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ നിസ്സാരമാണ്, എന്നാൽ അത് നിസ്സാരമല്ലേ എന്ന് ചോദിച്ചാൽ നിസ്സാരമല്ല. അങ്ങനെ ഒരു കാര്യത്തിനെക്കുറിച്ച് ഇന്നലെ ഷാഹിദ ബീവി ജമാലുദ്ദീൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ കൂടി ഒരു പൊടി മോളുടെ മാർക്ക് ആ കുട്ടി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയാണോ അമ്മൂമ്മയാണോ എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, എന്തായാലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ വലിയ സന്തോഷം എനിക്ക് തോന്നി. ഞാനത് അപ്പം തന്നെ ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടു. ഈ ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടതിൻ്റെ പിന്നാലെ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടും വന്നിട്ടുണ്ടായിരുന്നു. 2-3 പേര് പിന്നെ അതിൽ ആ അമ്മയുടെ ക്രെഡിറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയണം എന്നെനിക്ക് തോന്നി. അതായത് അതിൽ ഒരു കമൻറ്റ് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. ആ കമൻറ്റ് ഞാൻ വായിക്കാം. ആ മോള് 1 മാസം കൊണ്ടല്ല ഇത് പഠിച്ചത്. ആ കുട്ടിയുടെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ കുട്ടീനെ പഠിപ്പിച്ചത്. അവൾ ഈ മാർക്ക് വാങ്ങിക്കണമെങ്കിൽ അവളെ ഉമ്മ ഒരുപാട് അവളെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഈ മാർക്ക് ആ കുഞ്ഞിന് വാങ്ങാൻ പറ്റിയത് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ട് വരും. ഈ കുട്ടീനെ ചൈൽഡ് ലൈൻ ഏർപ്പെട്ട് ഈ കുട്ടിയുടെ അമ്മുമ്മയുടെ കയ്യിലാണ് ഇപ്പോൾ ആ കുട്ടിയുടെ സംരക്ഷണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിൻ്റെ വിഷയങ്ങളും വിശകലനങ്ങളും ഒക്കെ ആ കുട്ടിയുടെ അമ്മ തന്നെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞതാണ്. ആ കുട്ടി എന്തുകൊണ്ടാണ് അമ്മുമ്മയുടെ സംരക്ഷണത്തിൽ പോയത് എന്നുള്ളതൊക്കെ. അതിനിടയിൽ തന്നെ ഇവരും, അതായത് ഈ കുട്ടിയുടെ അമ്മയും കാമുകനും കൂടി ചേർന്ന് പിന്നെ ഒരു കാറിൽ കയറിയിരുന്ന് ആ കുട്ടിയെ വെല്ലുവിളിക്കുകയും ആ കുട്ടിയെ അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വഴി കണ്ടതുമാണ്. അതിൽ വെല്ലുവിളിച്ചത് എന്ന് പറയുന്നത്, ഞാൻ നോക്കിയതുപോലെ നിന്നെ മറ്റാർക്കും നോക്കാൻ കഴിയില്ല എന്ന് പറയുന്നതായിരുന്നു. പിന്നെ അപമാനിച്ചത്, ഈ കുട്ടിയോട് ആര് എന്ത് പറഞ്ഞാലും അതുപോലെ അത് അനുസരിക്കും, അതൊരു തരം കീ കൊടുത്ത ബൊമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയത്. ഈ വർഷത്തെ ഓണപരീക്ഷയുടെ മാർക്ക് കണ്ടിട്ട് നിന്നെ ഞങ്ങൾ തിരികെ കൊണ്ടുവരും എന്നുള്ളതായിരുന്നു. അത് സ്ഥിരമായിട്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ആ കുട്ടി ഷെഫീന ബീവിയെ കോണ്ടാക്ട് ചെയ്തു. ഷെഫീന ബീവിയുടെ അടുത്തൊരു കേസ് ആര് കൊണ്ടുപോയാലും അതിന് തീർപ്പ് കൽപ്പിക്കുന്ന ഒരാളല്ല ഷെഫീന ബീവി. ഷെഫീന ബീവി ഒരു പ്രശ്നത്തിൽ ഇടപെട്ടാൽ അത് നിയമപരമായി നേരിടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഷെഫീന ബീവി അവരോട് പറഞ്ഞത്, നമുക്ക് ബാലാവകാശ കമ്മീഷനിൽ പോയി ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ ബാലാവകാശ കമ്മീഷനിൽ പോയി ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അവിടെ വെച്ച് തന്നെ ആ സാറ് അവരെ വിളിച്ച് വാണിംഗ് ആക്കി, കുട്ടിക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ളത്. ആ സമയത്ത് അമ്മയെ വിളിച്ച് സംസാരിച്ചപ്പോൾ അമ്മ അത് കുടുംബ പ്രശ്നമാക്കി മാറ്റുകയാണ് ചെയ്തത്. സത്യത്തിൽ ഇവരുടെ വെല്ലുവിളികളും ഭീഷണികളും ഒക്കെ ആ കുട്ടിയെ ഒരുപാട് മാനസികമായി തളർത്തിയിരുന്നു. എന്തായാലും അത് കഴിഞ്ഞ് ആ കുട്ടിക്ക് നമ്മൾ ഭയങ്കര ധൈര്യമൊക്കെ കൊടുത്തു. അമ്മുമ്മയും ഭയങ്കരമായ ധൈര്യമൊക്കെ കൊടുത്തു. കുട്ടിക്ക് പഠിക്കുക എന്നുള്ളതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഉപദേശമൊക്കെ കൊടുത്തു. ഞങ്ങൾ പിരിഞ്ഞു. ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഈ അമ്മയും കാമുകനും കൂടി ഈ കുട്ടിയെ പറഞ്ഞു പരത്തിയത് എന്ന് പറയുന്നത്, കുട്ടി കളിക്കാൻ വേണ്ടിയിട്ടും TV കാണാൻ വേണ്ടിയിട്ടും പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് അമ്മുമ്മയോടൊപ്പം നിൽക്കണമെന്ന് വാശി പിടിക്കുന്നത് എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുട്ടിയുടെ മന്ത്ലി ടെസ്റ്റ് നടന്നു. മന്ത്ലി ടെസ്റ്റിൽ ആ കുട്ടിക്ക് ഫുൾ മാർക്ക് തന്നെ ഉണ്ടായി. അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് പുറമേ നിന്ന് കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം കളിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മുമ്മയോടൊപ്പം നിൽക്കണം എന്ന് വാശി പിടിച്ചത് എന്ന് പറയുന്ന സ്വന്തം അമ്മയെ തന്നെ അവളുടെ പ്രതികാരം തീർത്തതുപോലെ നന്നായിട്ട് പഠിച്ചുകൊണ്ട് ഫുൾ മാർക്കും വാങ്ങിച്ചുകൊണ്ട് ആ കുട്ടി അത് പ്രതികാരം തീർത്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടതിൻ്റെ താഴെയാണ് ഈ ഒരു കമൻറ്റ് വന്നത്. ഈ ഒരു കമൻറ്റ് വരുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ കുട്ടി മാത്രമാണ് ഇവരുടെ മക്കളിൽ ഇങ്ങനെ പഠിക്കുന്ന കുട്ടി. അപ്പോൾ അമ്മ ഭയങ്കരമായി ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്മ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രമാവണമെന്നില്ല.
കുട്ടിക്ക് എന്തുണ്ടായിരിക്കണം? കുട്ടിക്ക് അത് പഠിച്ചെടുക്കാനുള്ള ഒരു ബോധവും കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെ അമ്മയുടെ ശ്രദ്ധ കൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ ഒരു മാർക്ക് വാങ്ങിച്ചതെങ്കിൽ ഇപ്പോഴും ആ കുട്ടി ആ അമ്മയുടെ ശ്രദ്ധയിലായിരിക്കണം. മറിച്ച് അമ്മ തന്നെ കൊടുത്ത ഒരുപാട് മെന്റൽ ട്രോമകളും ചുമന്നുകൊണ്ട് ആ കുട്ടി ഈ മാർക്ക് വാങ്ങിക്കണമെങ്കിൽ ഓഫ് കോഴ്സ് അത് ആ കുട്ടിയുടെ കഴിവ് തന്നെയാണ്. ഇനി ഇതേ കുട്ടി ഈ മാർക്കിൽ നിന്നും ഒരു മാർക്കെങ്കിലും കുറവ് വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളടങ്ങുന്ന സമൂഹം എന്തായിരിക്കും ആ കുട്ടിയുടെ നേരെ പറയുക? അമ്മ നോക്കിയ സമയത്ത് കുട്ടി ഫുള്ളിന് ഫുൾ മാർക്ക് വാങ്ങിച്ചു, അമ്മൂമ്മയോടൊപ്പം പോയി അവർ പറഞ്ഞത് ശരി തന്നെ, കുട്ടി ഒരു മാർക്ക് കുറച്ച് വാങ്ങിച്ചു എന്ന് നിങ്ങൾ എന്നെ പറയുമായിരുന്നു. അവിടെ നിന്നാണ് ആ കുട്ടി ആ ഫുൾ മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം അത് എനിക്ക് വലിയ കാര്യമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഇനി അമ്മയുടെ കഴിവ് കൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ഇത്ര വലിയ സംഭവം ആയത് എന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം ഞാൻ പറയാം. നാളെ ഈ കുട്ടി വലുതായതിന് ശേഷം ആ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് ഒരു വിവാഹ ജീവിതത്തിൽ നിൽക്കാതെ 10 വിവാഹം ആ കുട്ടി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും അമ്മയെ കണ്ടുപഠിച്ചതല്ലേ എന്ന് പറയും, അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറയാൻ പോകുന്നത്. സംഭവം അതൊന്നും അങ്ങനെയൊന്നും നടക്കാണ്ടായിക്കോട്ട്. ആ കുഞ്ഞൊരു പാവം കുട്ടിയാണ്, അത് നല്ല രീതിയിൽ ജീവിച്ച് വളർന്ന് മുന്നോട്ട് പോവട്ടെ എന്ന് എന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ ഒരു വിഷയം പറയുന്ന സമയത്ത് എനിക്ക് ഞാനൊരു പ്രഭാഷണം കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആ സംഭവം കണ്ടത്. അതായത് ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മകനുണ്ടായിരുന്നു. ഒരു മകനല്ല, അവർക്ക് 3 മക്കളാണ് ഉള്ളത്. അതിലൊരു മകനോട് അതിൻ്റെ വാപ്പയ്ക്ക് ഭയങ്കര വാത്സല്യം കൂടുതലാണ്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മകനെ ഇവർ ഹിഫ്ള് പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കി. ഫുള്ള് ഹിഫ്ളൊക്കെ പഠിച്ച് വളരെ നല്ല മോനായിട്ട് ആ മോൻ വളർന്നു വരെയാണ്. ആ വാപ്പ ആരെ കണ്ടാലും ഈ മോനെക്കുറിച്ച് പറയും. ആ വാപ്പയ്ക്ക് 3 മക്കളുണ്ടെങ്കിലും ആ വാപ്പ ആരോടായാലും പറയുന്ന ഒരു കാര്യം, എൻ്റെ 3ാമത്തെ മകൻ ഹിഫ്ളാണ്, അവനെല്ലാം അനുസരിക്കും, ഭയങ്കര നല്ല മോനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മകനെ ഇങ്ങനെ പൊന്തിച്ച് പറയും. എന്ന് പറഞ്ഞ് മറ്റു മക്കളടുത്ത് അവർക്ക് സ്നേഹക്കുറവൊന്നുമില്ല, പക്ഷെ കുറച്ച് കൂടുതൽ ഇങ്ങനെ മറ്റുള്ളവരോട് പറയുമ്പോൾ പൊന്തിച്ച് പറയുന്നത് ഈ ഇളയ മകനെയായിരുന്നു. അങ്ങനെ ഒരു ഉസ്താദ് ഇവരുടെ വീട്ടിൽ വന്നപ്പോൾ ആ ഉസ്താദിനോടും ഇദ്ദേഹം പറഞ്ഞത് എൻ്റെ മകനാണ്, എൻ്റെ മകൻ ഭയങ്കര പഠിത്തക്കാരനാണ്, എൻ്റെ മകൻ ഹിഫ്ള് പഠിച്ച ആളാണ്, എൻ്റെ മകൻ ഭയങ്കരമായിട്ട് ദുആ ചെയ്യും, എൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മകനെ ഇങ്ങനെ പൊന്തിച്ച് പറയേ. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ആ ഉസ്താദ് വീണ്ടും വന്നപ്പോൾ ഈ വാപ്പ ഒന്നും പറയാൻ നിൽക്കാതെ മുറിക്കകത്ത് കയറി വാതിലടച്ചു. അപ്പോഴാണ് അവിടെ കൂടി നിന്നതിൽ ഒരാളോട് ഈ ഉസ്താദ് ചോദിച്ചു, എന്ത് പറ്റി ഈ മനുഷ്യൻ? അന്ന് കണ്ടതുപോലെ അല്ലല്ലോ, അന്ന് കണ്ടപ്പോൾ നല്ല ഉഷിരോടെ സംസാരിക്കുന്ന ഒരാളായിരുന്നു, ഇന്ന് എന്തേ ഇദ്ദേഹത്തിന് ഒരു ഭയങ്കര മൂകത എന്തേ എന്ന് ചോദിച്ചപ്പോൾ അവിടെ കൂടി നിന്നതിൽ ഒരാൾ ആ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, അദ്ദേഹം ഒരുപാട് ഓമനിച്ച് പോറ്റി വളർത്തിയ ആ ഒരു മകനെന്ന് പറയുന്നത്, മകനെ ഇവർ പുറത്ത് പഠിക്കാനായിട്ട് വിട്ടു, പുറത്ത് ഏതോ ഒരു സ്ഥലത്ത് പഠിക്കാനായിട്ട് വിട്ടു. അവിടെ വെച്ച് മകൻ ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. മകൻ ഒരു പകുതി ഭ്രാന്തനെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. അവർക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ ഉള്ള ഒരു കാര്യമാണ് ആ കുട്ടി അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ നമ്മളെ മക്കൾ നല്ലതായിട്ട് ജീവിക്കണമെന്ന് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പക്ഷെ ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിലൊക്കെ മക്കൾ വഴിതെറ്റി പോയേക്കാം. അവിടെ നിന്ന് നമ്മൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അത് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് പ്രവചിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം മുമ്പ് ഈ പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത്. മാമ്പൂവിനൊരു പ്രത്യേകതയുണ്ട്. മാമ്പൂ പൂവായി നിൽക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയുമാണ്, ഒരു കൊലയിൽ നിറച്ചും ഈ പൂവ് കാണുകയും ചെയ്യും. പക്ഷെ ഇത് വളർന്ന് വലുതായി മാങ്ങയാകുന്ന സമയത്ത് ആ കൊമ്പിൽ വെറും 3 or 4 മാങ്ങ മാത്രമേ കാണൂ. ഇത് പൂവായിട്ട് നിൽക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് പൂവ് അതിൽ കാണാം. പക്ഷെ അതൊക്കെ പൊഴിഞ്ഞ് അതിൽ പിന്നെ ഒരു ഫലപ്രദമായ ഒരു കായെന്ന് പറയുന്നത് 3 or 4 ഒക്കെ മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയം ഞാൻ ഇവിടെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ആ കുട്ടിയുടെ പ്രതിസന്ധികളെയൊക്കെ കടന്ന്
ആ കുട്ടിയുടെ പ്രായത്തിൽ അതിന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമുള്ള ട്രോമകൾ കടന്ന് ആ കുട്ടി ഈ ഒരു മാർക്ക് വാങ്ങിച്ചു എങ്കിൽ അത് ആ കുട്ടിയുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ്. അമ്മ അതിനെ എത്ര ട്രെയിൻ ചെയ്തു എന്ന് പറഞ്ഞാലും ആ കുട്ടി അങ്ങനെ ഒരു കഠിനാധ്വാനം ചെയ്യാതെ ആ ഒരു സംഭവം നടക്കാനായിട്ട് പോകുന്നില്ല. എന്തായാലും ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരും മാർക്ക് കുറഞ്ഞാലെന്ന് പറഞ്ഞ ആ ഒരു വാക്കിനെ പ്രതി ആ കുട്ടി തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് മിടുക്കിയായി പഠിച്ച ആ കുട്ടിക്ക് കൺഗ്രാജുലേഷൻസ് പറയാതെ പോകാൻ എനിക്ക് പറ്റൂല. ഇനി രണ്ടാമത് മറ്റൊരു കാര്യം, ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്കൊരാൾ അയച്ചു തന്ന ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങളൊന്ന് കേക്ക്. മാതാപിതാക്കളുടെ ലാനത്ത് ഇതിലൊക്കെ ഏറ്റവും അതിശക്തമായ ലാനത്താണ്, വെരി സ്ട്രോങ് ലാനത്ത്. നമ്മളെ മാതാപിതാക്കളെ ലാനത്താട്ടോ. അത് മനസ്സിൽ റുവിയ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ലാനത്തൽ വാലിദൈനി തുബ്തിറു ഐ തഖ്തഉ അസ്ല വലദിഹിമാ ഇദാ അക്കഹുമാ. വാപ്പയോ ഉമ്മയോ അവരെ നമ്മൾ എങ്ങനെയെങ്കിലും വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ, അനിഷ്ടമായൊരു വാക്കുകൾ കൊണ്ടോ വല്ല പ്രവർത്തികൾ കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചൂടാവൽ കൊണ്ടോ വാപ്പനെയോ ഉമ്മയെയോ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ശാപം അത് ഏറ്റുകഴിഞ്ഞാൽ അത് അതിഗംഭീര അതിശക്തമായ ശാപമാണ്. അത് തഖ്തഉ അസ്ല വലദിഹിമ, മക്കളുടെ അസ്ലിന് അടിസ്ഥാനം തന്നെ ഇല്ലാതാക്കുന്ന. നമ്മൾ ഒന്നുമല്ലാതായിപ്പോ വാപ്പൻ്റെ ഉമ്മേൻ്റെ ഒരു ശാപം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ വാങ്ങരുത്. എത്ര മോശപ്പെട്ട വാപ്പിമ്മയായാലും ശരി, നമുക്ക് അള്ള തന്ന വാപ്പയാണ്, നമ്മൾ അള്ള തന്ന ഉമ്മയാണെന്ന് കരുതിയാൽ മതി. എനിക്ക് അള്ള തന്ന വാപ്പിമ്മയാണ്, അതുകൊണ്ട് നമ്മൾ എന്താ സബൂർ ചെയ്യുക. തിരുന്നോ ഫമൻ അർള വാലിദൈഹി, ബാപ്പനെയോ ഉമ്മനെയോ ആരെങ്കിലും സന്തോഷിപ്പിച്ചാൽ തൃപ്തിപ്പെടുത്തിയാൽ ഫഖദ് അർള ഖാലിഖഹു, അവൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയവനാണ്. വമൻ അസ്ഖത വാലിദൈഹി, ബാപ്പനെയോ ഉമ്മയെയോ ആരെങ്കിലും ചൊടിപ്പിച്ചാൽ വെറുപ്പിച്ചാൽ ദേഷ്യം പിടിപ്പിച്ചാൽ വിഷമിപ്പിച്ചാൽ ഫഖദ് അസ്ഖത ഖാലിഖഹു, അള്ളാഹുവിനെ അവൻ ദേഷ്യം പിടിപ്പിച്ചു, അള്ളാഹുവിനെ വിഷമിപ്പിച്ചു, അള്ളാഹുവിനെ പ്രയാസപ്പെടുത്തി, അള്ളാഹുവിനെ അവൻ വിഷമിപ്പിച്ചു. വമൻ അതർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ബാപ്പനോടും ഉമ്മനോടും ചൂടാവില്ല, അള്ളാഹിനോട് ചൂടാവുന്നത് പോലെയാണ്. ഇതാര് പറഞ്ഞതാ? സയ്യിദുൽ വജൂദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹിനോട് ദേഷ്യം പിടിക്കുന്നത് പോലെയാണ് വാപ്പനോട് ഉമ്മനോട് ദേഷ്യം പിടിച്ചത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ തീരുമാനം എടുക്കണം, നമ്മൾ എൻ്റെ വാപ്പനെയും ഉമ്മനെയും പൊന്നു പോലെ ഞാൻ നോക്കും, ഓല ഒരു കുരുത്തക്കറും ഞാൻ വാങ്ങൂല, ഓല എപ്പോഴും സ്നേഹം എൻ്റെ കൽബിൻ്റെ ഉള്ളിലുണ്ടാവും. പുറമെ ഓല ഇടയിൽ ഇങ്ങനെ പോളിഷിന് വേണ്ടിയുള്ള സ്നേഹമല്ല, ഉള്ളിന്ന് വരണത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടിയുടെ ഈ ഒരു കമൻറ്റും ഞാൻ കണ്ടത്. അപ്പോൾ ഇവിടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഈ സംഭവം പറയുന്നത്. മാതാപിതാക്കളിൽ മാതാവെന്നല്ല, മാതാവായാലും പിതാവായാലും അവരെന്ത് തെറ്റ് ചെയ്താലും അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അത് വിമർശിക്കാനോ ആർക്ക് അധികാരമില്ല? മക്കൾക്ക് അധികാരമില്ല എന്നുള്ളത് തന്നെയാണ്. അവരെയും പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് എത്രത്തോളം താറടിച്ച് കാണിക്കുകയും ഇത്രയും അപമാനിക്കുകയും ചെയ്യുന്നത് ഒരു ഗർഭവതിയാണ് എന്നുള്ളത് കൂടി നിങ്ങൾ മറന്നു പോകണ്ട. പിന്നെ തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല, അത് റിയലൈസ് ചെയ്ത് അതിൽ നിന്ന് മടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യാം. പക്ഷെ ഈ സ്ത്രീ എന്ന് പറയുന്നത് തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു തെറ്റിൻ്റെ മഹാകൂടാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളൊരു തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സാഹചര്യത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ അറിയാതെയെങ്കിലും അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടും നമ്മൾ തെറ്റുകൾ ചെയ്യാം. പക്ഷെ അത് തെറ്റാണ് എന്ന് ഒരുപാട് പേര് പറഞ്ഞു കൊടുത്തിട്ടും ഒരുപാട് പേര് പിന്നെ ഇതിനെക്കുറിച്ച് വിമർശിച്ചിട്ടും ഞാനെന്തോ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് അവർ സമൂഹത്തിലൂടെ വീണ്ടും എന്തോ വലിയ നന്മയുള്ള സ്ത്രീ എന്ന് ഉള്ള ഒരു രീതിയിൽ നടന്നു പോകുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നമ്മളുടെയൊക്കെ വീഡിയോയുടെ താഴെ വന്ന് ഇങ്ങനെ ഇടുന്ന കമൻറ്റ് നിങ്ങൾ ശരിക്ക് അവരുടെ വീഡിയോയുടെ താഴെ കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, സ്വന്തം മകളാണ്, സ്വന്തം മാതാവാണ്, സ്വന്തം പിതാവാണ്, നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറയുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ലെങ്കിലും 10 പേര് അങ്ങനെ പറയുമ്പോൾ ഒരാൾ പറയുന്നതെങ്കിലും അവർക്ക് ആ ശരിയാണ്, ഞാൻ ഈ ചെയ്യുന്ന തെറ്റാണല്ലേ എന്നൊരു തോന്നലെങ്കിലും ഉണ്ടാവും. അത് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തോന്നലെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള കമൻറ്റ് ഞങ്ങളുടെ വീഡിയോയുടെ താഴെ കൊണ്ടുവന്ന് ഇടുന്നതിന് പകരം നിങ്ങൾ അവരുടെ ആ ഒരു തെറ്റൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്
ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവസാന കാലത്തെങ്കിലും ആ മാതാപിതാക്കളുടെ ശാപം എന്തായാലും ആ മാതാവിൻ്റെ ചുട്ടുപൊള്ളുന്ന കണ്ണുനീര് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ ആ കണ്ണുനീരിൽ നിന്ന് ജീവിതത്തിൽ അവർക്ക് മോചനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ അമ്മയൊന്നും അല്ല അവർ. എന്നാലും അവരെൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെ കരയുന്ന ആ ഒരു കണ്ണുനീര് ശരിക്ക് എൻ്റെ നെഞ്ചിനെയും പൊള്ളിച്ചതാണ്. അപ്പോൾ ഇതിനെ എത്ര നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളത് എനിക്കറിയാം. അവർ ഇനി എത്ര നമ്മളത് പറഞ്ഞത് കൊണ്ടും കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന തരത്തിലാണ് ഞങ്ങളൊക്കെ വിമർശിക്കുന്നത് എന്ന് പറയുന്ന ആളുകളോട് സത്യത്തിൽ ആ ഒരു തെറ്റ് എന്താണെന്ന് ആ സ്ത്രീ ഒന്ന് റിയലൈസ് ചെയ്തെങ്കിൽ എന്ന് നമ്മൾ ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ സ്ത്രീ ചെയ്യുന്ന തെറ്റെന്താണ് എന്ന് സ്ത്രീ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. പക്ഷെ അത് കവിഞ്ഞ് അതിരുകളുടെ അപ്പുറവും കവിഞ്ഞ് ആ തെറ്റിങ്ങനെ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് പ്രോത്സാഹനം നൽകുന്നത് പോലെയാണ് നിങ്ങളുടെ കമൻറ്റുകൾ എന്ന് പറയുന്നത്. ആ സ്ത്രീയുടെ ആ ചെയ്തികൾ യെസ് കറക്റ്റാണ്, അത് ശരിയാണ്, നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന തരത്തിലായി പോകരുത് നിങ്ങളുടെ കമൻറ്റുകൾ എന്ന് പറയുന്നത്. കാരണം പടച്ച റബ്ബിൻ്റെ മുന്നിൽ കൂലി കിട്ടുന്ന കർമ്മങ്ങളിൽ ഇത്തരം കാര്യങ്ങളും പെടും അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആ പൊടിമോളുടെ ചെറിയ വിജയങ്ങളാണെങ്കിലും അത് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. ആ കുട്ടി വളരട്ടെ, അതിൻ്റെ ഉമ്മയെ പോലെ ആയിത്തീരാതെ ആ കുട്ടി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ആ മോൾക്ക് സാധിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥതയുള്ള ദുആ തന്നെയാണ് കേട്ടോ. ധാരയും കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരോടും പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ഉള്ളതല്ല. ആ കുട്ടിക്ക് അങ്ങനെ ഒരു വിഷയങ്ങൾ ഉണ്ടാവാതെ ആ കുട്ടി ഏറ്റവും മിടുക്കിയായ ഒരു കുട്ടിയായി വളർന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും മിടുക്കിയായ നിൻ്റെ ഉമ്മ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുടെ മുന്നിൽ എൻ്റെ ഉമ്മ അങ്ങനെയാണ് എങ്കിലും ഞാൻ അതിലും നല്ല രീതിയിൽ ജീവിച്ച് എന്ന് പറയാൻ ആ കുട്ടിക്കൊരു അവസരം പടച്ച റബ്ബ് കൊടുക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഈ ഒരു വീഡിയോ ഞാൻ നിർത്തുന്നു.